നമ്മൾ കടം വാങ്ങിക്കാറുമുണ്ട്, കടം കൊടുക്കാറുമുണ്ട്, ഇല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ രണ്ട് വേർഡ്സ് ഉണ്ട്, ഒന്ന് ബോറോ, ഒന്ന് ലെൻഡ്. ഓക്കെ, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരിക ഇതിൽ ഏതാണ് കടം കൊടുക്കുക, ഏതാണ് കടം വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ ഒരു ടിപ്പോട് കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കാം കടം വാങ്ങിക്കുക. ഓക്കെ, കടം വാങ്ങിക്കുക എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ബോറോ എന്നാണ്. ബോറോ. ഓക്കെ, കടം വാങ്ങിക്കുക. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ബോറോൻ്റെ സ്റ്റാർട്ടിങ് സ്പെല്ലിംഗ് എന്താ? ബി ആണ്. അപ്പോൾ ബ്രിങ് എന്ന് ആലോചിച്ചാൽ മതി. ബ്രിങ്, എന്നിലേക്ക് വരുന്നത്, ഞാൻ എടുക്കുന്നത് എന്നുള്ളൊരർത്ഥം ആലോചിച്ചാൽ മതി. ഓക്കെ, ബി എന്ന ലെറ്റർ ആലോചിച്ചാൽ കടം നമ്മൾ എന്താ ചെയ്യണേ? വാങ്ങുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക എന്നാണ്. അപ്പോൾ എല്ല് വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണേ. നിങ്ങൾ ലീവ് എന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ വിട്ടു പോകുന്നു എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ കടം കൊടുക്കുകയാകുമ്പോൾ നമ്മളിൽ നിന്ന് വേറൊരാളിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ മനസ്സിലായല്ലോ? ബോറോ എന്ന് പറഞ്ഞാൽ എന്താ? കടം വാങ്ങിക്കുക. ആൻഡ് ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, കെൻ ഐ ബോറോ യുവർ പെൻ? കെൻ ഐ ബോറോ യുവർ പെൻ എന്ന് വെച്ചാൽ എനിക്ക് നിന്റെ പേന ഒന്ന് കടം തരാമോ എന്നാണ് അർത്ഥം. നിന്റെ പേന ഒന്ന് തരാമോ എന്നാണ് അർത്ഥം. ഓക്കെ, അതിപ്പോൾ നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻ വെച്ചിട്ട് ചോദിക്കാം. ഇനി വല്ല സ്ട്രേഞ്ചറോ ഇനി അല്ല വല്ല ഓഫീസിലെ കാര്യങ്ങളോ ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുടാക്കാം. കുഡ് ഐ ബോറോ യുവർ പെൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നേക്കാം, എന്തിനാ ഇപ്പോൾ ബോറോ എന്നൊക്കെ ചോദിക്കണേ? ഗിവ് എന്ന് ചോദിച്ചാൽ പോരെയെന്ന്. ഇപ്പം കൻ യു ഗിവ് മി യുവർ പെൻ എന്ന് ചോദിച്ചാൽ പോരെ, എന്തിനാ ഇപ്പോൾ ബോറോ എന്നൊക്കെ പറയണേന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താ വരണേന്ന് വെച്ചാൽ, ഗിവ് എന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തോട്ടെ, അല്ലെങ്കിൽ തന്നോ തന്നെയാണ് അർത്ഥം. അതായത് നിങ്ങളുടെ പേനയൊന്ന് തരാമോ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഒരുപക്ഷെ നമുക്കത് സ്വന്താക്കാനാവാം, ഒരുപക്ഷെ നമുക്കത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടാവില്ല, തിരിച്ചു കൊടുത്തേക്കാം, എന്ത് സംഭവിക്കാം. പക്ഷേ കെൻ ഐ ബോറോ യുവർ പെൻ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും എന്താണ്, നമ്മളത് തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് അവിടെ ഉണ്ട്. കാരണം നമ്മൾ വാങ്ങുന്നത് എങ്ങനെയാ? കടമായിട്ടാണ് വാങ്ങുന്നത്, സ്വന്താക്കാനല്ല. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, അതായത് എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തന്നേക്കാം. അതാണ് ശരിക്കും ഗിവും ഈ ബോറോയും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു പേനയുടെ ആവശ്യം വരും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ട്രേഞ്ചറൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചോദിക്കാനൊരു മടി ഉണ്ടാവും. എന്നിരുന്നാലും 1-2 സെക്കൻഡിന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എഴുതാൻ ചിലപ്പോൾ ആവശ്യം വന്നേക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ചോദിക്കാം, കുഡ് ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെന്റ് എന്ന് ചോദിക്കാം. കുഡ് ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെന്റ് ഇച്ചിരി നേരത്തേക്ക് ഞാൻ നിങ്ങളുടെ പെന്നൊന്ന് കടം വാങ്ങിച്ചോട്ടെ, അത് പെന്നൊന്ന് നിങ്ങൾക്ക് എനിക്ക് തരാമോ എന്നുള്ളതാണ്. വളരെ മാന്യമായിട്ടുള്ള ഒരു വൃത്തിയായിട്ടുള്ളൊരു ചോദ്യമാണത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ബോറോ എന്നുള്ള വേർഡ് ആ ഒരു സെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ബോറോ എന്നുള്ള വാക്ക് ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് അർത്ഥാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളൊരു ഉറപ്പാണ്. ബിക്കോസ് ഞാനത് വാങ്ങുന്നത് എങ്ങനെയാണ്? കടമായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് നമുക്കൊരു ടിഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാൻ പറ്റുമോ? കെൻ ഐ ബോറോ എ ടിഷ്യൂ എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? കാരണം എന്താ, നമ്മളത് യൂസ് ചെയ്താൽ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വയ്ക്കാം? ക്യാൻ യു ഗിവ് മി എ ടിഷ്യൂ എന്ന് വയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് ഒരു കാറാ ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? കെൻ ഐ ബോറോ യുവർ കാർ എന്ന് വയ്ക്കാം. അതായത് ഞാനത് യൂസ് ചെയ്തിട്ട് തിരിച്ചു തരും എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗിവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചു കൊടുക്കും എന്നൊരു ഉറപ്പില്ല. ബോറോ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും എന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു വേർഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പണത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴാണ്, മണിയുടെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈ ബോറോ എന്നുള്ള വാക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് കുറച്ച് പണം കടം വാങ്ങണം എന്നെങ്ങനെയാണ് നമ്മൾ പറയാ? എനിക്ക് കുറച്ച് പണം കടം വാങ്ങണം. ഐ നീഡ് ടു ബോറോ സം മണി. ഐ നീഡ് ടു ബോറോ സം മണി. ഒന്ന് എൻ്റെ ഒപ്പം പറഞ്ഞേ, ഐ നീഡ് ടു ബോറോ സം മണി. അതായത് എനിക്ക് കുറച്ച് പണം കടം വാങ്ങണം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ, ഐ നീഡ് ടു ബോറോ സം മണി. അപ്പോൾ എനിക്ക് നിന്റെ കുടയൊന്ന് തരാമോ? അതായത് തിരിച്ചു കൊടുക്കും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ എനിക്ക് നിന്റെ കുടയൊന്ന് തരാമോ? നമുക്ക് എങ്ങനെ വയ്ക്കാം? കെൻ ഐ ബോറോ യുവർ അംബ്രല്ല എന്ന് വയ്ക്കാം. കെൻ ഐ ബോറോ യുവർ അംബ്രല്ല, അതായത് നിന്റെ കുട എനിക്ക് കുറച്ച് നേരത്തേക്ക് തരാമോ? അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് കടം വാങ്ങി. അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം കടം വാങ്ങി എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഹി ബോറോഡ് എ ബുക്ക് ഫ്രം മീ. ഹി ബോറോഡ് എ ബുക്ക് ഫ്രം മീ. മനസ്സിലായല്ലോ? ഒന്നെൻ്റെ ഒപ്പം പറഞ്ഞേ, ഹി ബോറോഡ് എ ബുക്ക് ഫ്രം മീ. അവൻ എൻ്റെ കയ്യിൽ നിന്ന് എന്താണ്? ഒരു പുസ്തകം കടം വാങ്ങി അല്ലെങ്കിൽ വാങ്ങി. ഞാൻ നിന്റെ ചാർജർ ഒന്ന് യൂസ് ചെയ്തോട്ടെ. എങ്ങനെ ചോദിക്കാം? ഞാൻ നിന്റെ ചാർജർ ഒന്ന് ഉപയോഗിച്ചോട്ടെ. മേ ഐ ബോറോ യുവർ ചാർജർ. മേ ഐ ബോറോ യുവർ ചാർജർ. ഒന്നെൻ്റെ പറഞ്ഞേ, മേ ഐ ബോറോ യുവർ ചാർജർ. ഞാൻ നിന്റെ ചാർജർ ഒന്ന് ഉപയോഗിച്ചോട്ടെ, അല്ലെങ്കിൽ തരാമോ? തിരിച്ചു തരാം എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. എനിക്ക് നിന്റെ ഷർട്ട് ഒന്ന് കടം വേണം. നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, എനിക്ക് നിന്റെ ഷർട്ട് ഒന്ന് കടം വേണം. എങ്ങനെ പറയാം നമുക്ക്? ഐ വാണ്ട് ടു ബോറോ യുവർ ഷർട്ട്. ഐ വാണ്ട് ടു ബോറോ യുവർ ഷർട്ട്. എനിക്ക് നിന്റെ ഷർട്ട് ഒന്ന് കടമായിട്ട് വേണം. അപ്പോൾ ഇനി ഈ വാക്ക് തെറ്റിക്കരുത്. ബോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിങ് എന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? കടം വാങ്ങാണ് ചെയ്യുന്നത്. ഇനി അത് തെറ്റിക്കരുത്. ഇനി നമുക്ക് കടം കൊടുക്കുന്നതിലേക്ക് പോവാം, ലെൻഡിലേക്ക് പോവാം. അപ്പോൾ ബോറോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ലെൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരാൾക്ക് കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത് പണമോ സാധനമോ ആവട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് പുറത്ത് പോവുക ചെയ്യണേ, ഔട്ട് ഗോയിങ് ആണ്.
മനസ്സിലായല്ലോ? നമ്മൾ ലീവ് ചെയ്യുക ചെയ്യണേ, അത് നമ്മുടെ അടുത്ത് നിന്ന് പോവുക ചെയ്യണേ. അപ്പോൾ ക്യാൻ ഐ ബോറോ യുവർ അംബ്രല്ല എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഐ ലെൻഡ് യു മൈ അംബ്രല്ല എന്ന് പറയാം. ഐ ലെൻഡ് യു മൈ അംബ്രല്ല, ഞാൻ എൻ്റെ അംബ്രല്ല നിനക്ക് തരാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ടായിട്ട് നമ്മളൊരാളോട് ചോദിക്കുകയാണ്, കുറച്ച് പണം കടം തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നോ വറീസ് ഐ ക്യാൻ ലെൻഡ് യു സം മണി എന്ന് പറയാം. നോ വറീസ് ഐ ക്യാൻ ലെൻഡ് യു സം മണി. യെസ്, എനിക്ക് കുറച്ച് പണം തരാൻ കഴിയും, അതാണ് അർത്ഥം. ഞാൻ തരാം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, എന്താ പറയണ്ടേ? ഐ ക്യാൻ ലെൻഡ് യു സം മണി. ഐ ക്യാൻ ലെൻഡ് യു സം മണി. ഇനി അവളുടെ ഡ്രസ്സ് എനിക്ക് തന്നു എന്ന് എങ്ങനെയാ പറയാ? ഷീ ലെൻഡ് ഹെർ ഡ്രസ് ടു മീ എന്ന് പറയാം. ഷീ ലെൻഡ് ഹെർ ഡ്രസ് ടു മീ. ഇവിടെ നിങ്ങൾ സ്പെല്ലിങ് ശ്രദ്ധിച്ചാൽ കാണാം, LENT എന്നായിട്ടുണ്ട്. എന്തുകൊണ്ട്? അവൾ ഡ്രസ്സ് തന്നു എന്നാണ് അല്ലേ, പാസ്റ്റ് ആണ്. അപ്പോൾ ലെൻഡിന്റെ LENDയുടെ പാസ്റ്റ് ആണ് LENT, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, ഷീ ലെൻഡ് ഹെർ ഡ്രസ് ടു മീ. ഷീ ലെൻഡ് ഹെർ ഡ്രസ് ടു മീ, അതായത് അവളുടെ ഡ്രസ്സ് എനിക്ക് തന്നു. അങ്ങനെയെങ്കിൽ ഞാൻ അവനൊരു പേന കൊടുത്തു, കടമായി കൊടുത്തു എന്നെങ്ങനെ പറയാ? ഞാനൊരു പേന കടമായിട്ട് കൊടുത്തു. ഐ ലെൻഡ് ഹിം എ പെൻ. ലെൻഡ് ആണേ. ഐ ലെൻഡ് ഹിം എ പെൻ. ഐ ലെൻഡ് ഹിം എ പെൻ, അതായത് ഞാൻ അവന് ഒരു പേന കൊടുത്തു. ക്യാൻ യു ലെൻഡ് മീ യുവർ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ക്യാൻ യു ലെൻഡ് മീ യുവർ ബുക്ക്. ക്യാൻ യു ലെൻഡ് മീ, അതായത് നിനക്ക് തരാൻ കഴിയുമോ ഒരു പുസ്തകം എന്നാ ചോദിക്കണേ കേട്ടോ. ക്യാൻ യു ലെൻഡ് മീ എ ബുക്ക്, അല്ലെങ്കിൽ ക്യാൻ യു ലെൻഡ് മീ യുവർ ബുക്ക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിനക്ക് നിന്റെ പുസ്തകം തരാൻ കഴിയുമോ എന്നാ ചോദിക്കണേ. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? വാങ്ങാൻ ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്ന രീതി എങ്ങനെയാണ്? അവനത് തരാൻ കഴിയുമോ എന്നുള്ള സെൻസിലാണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്? യെസ്, ക്യാൻ യു ലെൻഡ് മീ യുവർ എന്താണ് ബുക്ക്. മനസ്സിലായല്ലോ? നമ്മൾ കടമായി തരാമോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദിച്ചേക്കണേ? ക്യാൻ യു ലെൻഡ് മീ എന്ന് ചോദിച്ചേക്കണേ കേട്ടോ. കടമായി തരാമോ. ഓക്കെ, ക്യാൻ യു ലെൻഡ് മീ, അതായത് അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തരാമോ എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ക്യാൻ യു ലെൻഡ് മീ യുവർ ബുക്ക് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കൊരു 1000 രൂപ കടം വാങ്ങണം എന്ന് നമ്മൾ എങ്ങനെ പറയും? 1000 രൂപ കടം വാങ്ങണം. അതുകൂടാതെ 1000 രൂപ ഞാൻ കടം തരാം. 1000 രൂപ ഞാൻ കടം തരാം. ഇത് രണ്ടും എങ്ങനെ പറയും?